പല ഇന്റർവ്യൂവിലും പല ആൾക്കാരും പോയ ഉടനെ പറയും, സാർ എനിക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, എനിക്ക് ബാക്ക് പേപ്പർ ഉണ്ട് കേട്ടോ. വൈ? കാരണം വെച്ചാൽ ഹൈലൈറ്റിംഗ് നെഗറ്റീവ് ഓർ വീക്ക്നെസ്. പെട്ടെന്ന് പഠിച്ചു പോകുന്നു, ഒരു 1 year അല്ലെങ്കിൽ 2 year ആകുമ്പോഴേക്ക് ദേ ആർ ഫ്ലൈയിങ് ടു മിഡിൽ ഈസ്റ്റ്. മെയിൻലി നമ്മൾ കേരളത്തിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഈവൻ തമിഴ്നാട്, തെലുഗുലൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ലൈവ് പ്രോജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ്. അപ്പൊ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പഠിച്ചത് കൊണ്ടാണ് അവർക്ക് ഇത്ര എക്സ്പോഷർ കിട്ടിയിട്ടുള്ളത്. ഹായ്, എൻട്രി ആപ്പിലെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് കോഴ്സുകൾക്ക് നമ്മുടെ യൂസേഴ്സിന്റെ പ്ലേസ്മെന്റ് 1500 ക്രോസ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 4 കോഴ്സുകളാണുള്ളത്. ക്വാണ്ടിറ്റി സർവേയിങ്, സ്ട്രക്ചറൽ ഡിസൈൻ, MEP ഡിസൈൻ, BIM, ഇത്രയും കോഴ്സുകളാണുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ജുബേർ ആണ്, കാർബൺ ബ്ലൂ ഗ്ലോബലിന്റെ CEO ആൻഡ് ഫൗണ്ടർ. അദ്ദേഹം നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സിന്റെ ഹെഡ് ഓഫ് ഫാക്കൽറ്റീസ് ആണ്. വെൽക്കം ജുബേർ. ഹായ് നബീൽ, സുഖല്ലേ? സുഖം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലേസ്മെന്റിന്റെ ഒരു ജേണി പറയുകയാണെങ്കിൽ നമ്മൾ 2023 മിഡിലാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേ വെച്ചിട്ട് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ 2023 ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് 50 പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. പിന്നെ അഗെയിൻ ഫെബ്രുവരി 2024 100 പ്ലേസ്മെന്റ് ആയി. പിന്നെ ഡിസംബർ 2024 500 പ്ലേസ്മെന്റ് ആയി, 500 പ്ലേസ്മെന്റ് ആയി. ജൂലൈ 2025 1000 പ്ലേസ്മെന്റ് ആയി. ഇപ്പോൾ നവംബറിൽ നമ്മൾ 1500 പ്ലേസ്മെന്റ് ആയി. ഇതൊരു ഭയങ്കര ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ കണക്കാക്കുന്നത് അടുത്ത 2026 ഡിസംബർ ആകുമ്പോഴേക്ക് അറ്റ്ലീസ്റ്റ് 3500 ക്രോസ് ചെയ്യുന്നതാണ് ഈ ഒരു കോഴ്സ് പോകുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ കോഴ്സ് 3 റീജിയണിൽ കോഴ്സ് ഉണ്ട്. കേരളത്തിലുണ്ട്, മലയാളം, തമിഴ്, 3 റീജിയണലായിട്ട് തമിഴ്. യെസ്. അപ്പൊ അവിടെ ഉള്ള ഒരു സ്പ്ലിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളത്തില് 1045 പ്ലേസ്മെന്റ് ക്രോസ് ചെയ്തു, തമിഴില് 323 ക്രോസ് ചെയ്തു, ആൻഡ് തെലുങ്കില് 132 ക്രോസ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 1500 നവംബറിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തില് ജുബേറിന് എന്താണ് തോന്നുന്നത്? ഓഫ് കോഴ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പ്രൗഡ് ഫീലാണ്. നമ്മളൊരു 1500 ആൾക്കാർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് സ്മോൾ ടാസ്ക്. 1500 എന്ന് പറയുന്നത് നമുക്ക് 10,000 അഡ്മിഷൻ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ദ തിങ് ഈസ്, യൂഷ്വലി നമ്മൾ പറയാം നമ്മളുടെ ടോപ്പ് പെർഫോമർ എപ്പോഴും മാർക്കറ്റിൽ ഒരു 10% ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫീ തന്നതിൽ ഒരു 10% ആൾക്കാരാണ് പ്ലേസ്ഡ് ആവുള്ളൂ. നമ്മളുടെ ഇതിൽ ഇപ്പം 10,000 ആൾക്കാർ ഫുള്ള് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുക. ഒരു 3,000 ആൾക്കാർ ഇപ്പൊ നമ്മളുടെ ഓൺഗോയിങ് ബാച്ചിലുള്ള ആൾക്കാരാണ്. സോ 7,000 ആൾക്കാരിൽ മോർ ദാൻ 20% പ്ലേസ്മെന്റ് നമ്മളിപ്പം അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്സ്. ഓഫ് കോഴ്സ് അത് നമ്മളുടെ ഫാക്കൽറ്റീസിൻ്റെതാണെങ്കിലും മെന്റേഴ്സിൻ്റെതാണെങ്കിലും പ്ലേസ്മെന്റ് ടീമിൻ്റെതാണെങ്കിലും എല്ലാവരുടെയും എഫേർട്ടിന്റെ ഒരു റിസൾട്ടാണ്. സോ ഈ ഒരു ഇവന്റിൽ നമുക്ക് അവരെ കൺഗ്രാറ്റ്സ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് നബിൽ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ 2026 ആകുമ്പോഴേക്ക് നമ്മളൊരു 3500+ പ്ലേസ്മെന്റ് ആയിട്ട് ഇതേപോലെ തന്നെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മള് 2023 കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് മിഡിൽ. അപ്പൊ നമ്മൾ എൻട്രി ആപ്പ് ഇങ്ങനെ ഒരു കോഴ്സ് അവർ ഐഡന്റിഫൈ ചെയ്തു. ക്വാണ്ടിറ്റി സർവേയിങ്ങിന് നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ പ്ലാൻ ആക്കി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫാക്കൽറ്റീസിനെ, സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി സർവേയിങ്ങിന് കുറച്ച് ട്രെയിനേഴ്സിനെ ഹയർ ചെയ്തിട്ട് കോഴ്സ് തുടങ്ങാന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ഓൾറെഡി മാർക്കറ്റിലുള്ള കോമ്പറ്റീറ്റേഴ്സിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഈ ഒരു ഫീൽഡിൽ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അത്യാവശ്യം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും കമ്പനീസുമായിട്ട് ടൈപ്പ് ചെയ്താൽ അതൊരു നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ അവർക്ക് ജോലിയിലേക്ക് കയറാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തത്. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ കുറേ ഈ ഒരു ഫീൽഡിലുള്ള എക്സ്പേർട്സിനെ, കേരളത്തിലുള്ള കുറച്ച് ആളുകൾ അങ്ങനെ നോക്കി, അങ്ങനെ കുറേ ആളുകളെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളതാണ് കാർബൺ ബ്ലൂ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ജുബേറിന്റെ ടീം. നിങ്ങൾ ഓൾറെഡി ഖത്തറിലും സൗദിയിലും ഒക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള കുറേ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്, കുറേ പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നിങ്ങളൊരു ടൈപ്പ് ചെയ്താലും നമുക്ക് തോന്നി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഐ തിങ്ക് ഞാൻ ഖത്തറിലുള്ള സമയത്താണ് കളക്ട് ചെയ്യുന്നത്, വാട്സപ്പിലാണ്. അപ്പൊ അപ്പൊ എൻട്രീന്റെ ഈ ഒരു സൗത്ത് ഇന്ത്യയിലുള്ള ഓഡിയൻസിന്റെ അടുത്തുള്ള എൻട്രിക്കുള്ള ആ ഒരു സ്വീകാര്യതയും അതുപോലെ എൻട്രി ആപ്പിന്റെ ടെക്നോളജിയും അതും നിങ്ങൾ ആ ഒരു കണ്ടന്റില് നിങ്ങളെ ആ ഒരു എക്സ്പെർട്ടൈസും ഒരു കോംബോ ആയി വന്നപ്പോൾ അതൊരു വലിയൊരു സക്സസ് ആയിട്ട് മാറാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ അവിടെ നിങ്ങൾ നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നിടത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓഫ്കോഴ്സ് നമ്മളിങ്ങനെ ട്രെയിനിങ് എന്നുള്ളൊരു ചിന്ത വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീമിനെ ഹയർ ചെയ്യും. നമ്മളുടെ ആസ് എ CBG വി ആർ എ കൺസൾട്ടിങ് ഫേം. ഓക്കെ, സോ നമ്മൾ വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UAE, ഖത്തർ ആൻഡ് സൗദിയിൽ നമ്മളുടെ ടീം ലീഡ്സ് ഉണ്ടാവും. അവർ വർക്ക് വരും. നമ്മളുടെ ബാക്ക് ഓഫീസ് ഇൻ ഇന്ത്യയാണ്, നമുക്ക് കാലിക്കറ്റ് ആൻഡ് കൊച്ചിയിലാണ് ബാക്ക് ഓഫീസ് ഉള്ളത്. സോ ദ തിങ് ഈസ് നമ്മളിവിടെ ആൾക്കാരെ ഹയർ ചെയ്യും, നമ്മളൊരു 6 month ട്രെയിനിങ് കൊടുക്കും, ദെൻ നമ്മൾ അവർക്ക് ടാസ്കുകൾ കൊടുക്കും. ഓക്കെ, സോ ദ തിങ് ഈസ് നമ്മൾ ഇനീഷ്യലി അങ്ങനെ ചെയ്തപ്പോൾ ഓഫ്കോഴ്സ് ആൾക്കാർക്ക് നല്ല ലൈഫ് സെറ്റിൽ ആവണം, നല്ല സാലറീസ് വേണം. ഇന്ത്യയിലെ മാർക്കറ്റ് സാലറി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. നമ്മളും ബാക്ക് ഓഫീസ് ഇന്ത്യയിലാക്കിയത് ഈ ഒരു മാർക്കറ്റ് സാലറി എന്നുള്ളത് കുറവായതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ്സ് ക്ലയന്റിന് കൂടി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാക്ക് ഓഫീസ് ഇന്ത്യയിലാക്കിയത്. സോ പല ആൾക്കാരും പെട്ടെന്ന് പഠിച്ചു പോകുന്നു. ഒരു 1 year അല്ലെങ്കിൽ 2 year ആകുമ്പോഴേക്ക് ദേ ആർ ഫ്ലൈയിങ് ടു മിഡിൽ ഈസ്റ്റ്. ആണ്. സോ അവർക്ക് നമ്മളിപ്പം ബാക്ക് ഓഫീസ് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ അവർക്ക് മിഡിൽ ഈസ്റ്റ് എക്സ്പോഷർ ആണ് കിട്ടുന്നത്. സോ അവർക്ക് പെട്ടെന്ന് തന്നെ ജോബ് കിട്ടും. സോ പിന്നെ നമ്മൾ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ച ആൾക്കാരെ ഹയർ ചെയ്തു. സോ അവിടെ നമ്മൾ കണ്ടൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കുന്നുണ്ട്. സോ ദേ ഹാവ് ദ ഫാക്കൽറ്റീസ്, അവർ പഠിക്കുന്നുണ്ട്. സോ ദ തിങ് ഇസ് അവർക്ക് റിയൽ മാർക്കറ്റ് സിനാരിയോ ആയിട്ട് അത്ര കണക്റ്റഡ് അല്ല. ബിക്കോസ് ഫാക്കൽറ്റീസ് കൈൻഡ് ഓഫ് തിയറി അല്ലെങ്കിൽ അവർ തന്നെ അവരുടേതൊരു ഡ്രോയിങ്ങും അവരുടെ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ദാറ്റ് മീൻസ് അവർക്ക് ഫാക്കൽറ്റി ആസ് എ ഫാക്കൽറ്റി അവർ ബുക്കുകൾ നോക്കിയിട്ടും ബാക്കപ്പ് ഡാറ്റാസ് നോക്കിയിട്ടുമാണ് അവർ ചെയ്യുന്നത്. സോ ഇവിടെ വരുന്നൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ മാർക്കറ്റ് സിനാരി എന്താണെന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസിന് അറിയാൻ പറ്റുന്നില്ല. സോ നമ്മളിത് ഓവർകം ചെയ്യാന്നുള്ളതും നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് അതിൽ നല്ല ടീമിനെ നമുക്ക് എടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പ്രൗഡ്ലി വി ക്യാൻ സേ സൗത്ത് ഇന്ത്യയിൽ മെയിൻലി നമ്മൾ കേരളത്തിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഈവൻ തമിഴ്നാട്, തെലുഗുലൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ലൈവ് പ്രൊജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ്. സോ നമ്മൾ ആലോചിച്ച് എന്താ വെച്ചാൽ നമ്മളെ സ്റ്റുഡൻസിന് ചുമ്മാ ഒരു ജോബ് അല്ലെങ്കിൽ ചുമ്മാ ഒരു അപ്സ്കില്ലിങ്ങിന് മോളിൽ അവരൊരു പ്രൊഫഷണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്തത്. സോ അതിൽ വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ദേ ഷുഡ് ഹാവ് ദ ഒരു മാർക്കറ്റ് നോളജ് ഉണ്ടായിരിക്കണം. ആൻഡ് അനദർ തിങ്സ് അവർ ഇന്ററാക്ട് ചെയ്യുന്നത് പ്രൊഫഷണൽസ് ആയിട്ടായിരിക്കണം, നോട്ട് ഫാക്കൽറ്റീസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോളേജിലൊക്കെ ഫാക്കൽറ്റീസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളൊരു കമ്പനി പോകുമ്പോൾ പ്രൊഫഷണൽസ് ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയും അവർക്ക് നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത സെയിം എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പറയും നമ്മളുടെ ഒരു സ്വഭാവം അറിയണമെങ്കിൽ നമ്മളെ കൂടെ ഉള്ള 5-6 നോക്കിയാൽ മതി. സോ ഒരു പ്രൊഫഷണൽസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ കോഴ്സ് 6 months to 1 year ഡ്യൂറേഷനുള്ള കോഴ്സുകളാണ്. സോ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്രൊഫഷണൽ ആവുകയാണ്. സോ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് റിയൽ ലൈഫിൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ അവർക്കൊരു എക്സ്പോഷർ ഉണ്ടായിരിക്കണം. ദേ ഷുഡ് ഇന്ററാക്ട് വിത്ത് പ്രൊഫഷണൽസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫാക്കൽറ്റീസിനെ നോക്കുകയാണെങ്കിൽ പോലും അവർ വർക്കിംഗ് പ്രൊഫഷണൽസ്. ഇപ്പം ഒരു സ്റ്റുഡൻസ് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്, നമ്മളുടെ സിലബസ് ഇല്ലാത്തൊരു ഡൗട്ട് പോലും ചോദിക്കുകയാണെങ്കിൽ പോലും വൈ അവർ ഫാക്കൽറ്റീസ് ക്യാൻ ഹെൽപ്പ് ബിക്കോസ് ദേ ഹാവ് ദ മാർക്കറ്റ് നോളജ്. ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറയണമെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ള മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് മനസ്സിലാവണം. അതാണ് വൺ ഓഫ് അവർ USP. ആൻഡ് നമ്മൾ കൊടുക്കുന്ന ടാസ്കുകളൊക്കെ ആസ് എ കൺസൾട്ടിംഗ് ഫേം വി ഹാവ് ദ പ്രൊജക്ട്സ്. ആ പ്രൊജക്ട്സിലെ പാർട്ടുകളും ആ പ്രൊജക്ട്സിലെ അസൈൻമെന്റ്സും ആണ് നമ്മൾ കൊടുക്കുന്നത്. മുമ്പ് ഇനീഷ്യലി പല സ്റ്റുഡൻസ് നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു, ഈ ഡ്രോയിങ് എന്താണ് ഇത്ര ഫോൾഡർ ആയിട്ട് പല ഡ്രോയിങ്ങുകളും തരുന്നില്ലേ, നിങ്ങൾക്ക് ഒരു സിംഗിൾ ഡ്രോയിങ് തന്നാൽ പോരെ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്നുള്ളത്. ദ ആൻസർ ഈസ് നിങ്ങൾക്ക് ക്ലയന്റ് ഇങ്ങനെയാണ് തരിക.
ഇത് ചെയ്തത് കൊണ്ടാണ് ആളുകൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏത് ഡ്രോയിങ് സെലക്ട് ചെയ്യണം അവർക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു സ്പൂൺ ഫീഡിങ് പോലെയാവും. സ്പൂൺ ഫീഡിങ് ഈസ് നോട്ട് പ്രൊഫഷണൽ തിങ്. ഓക്കെ, അതാണ് നമ്മുടെ USP. ഓഫ് കോഴ്സ് അതാണ് നമ്മളിപ്പോഴും 1500 പ്ലേസ്മെന്റിലേക്ക് എത്തിച്ചത്. ഇതാണ് നമ്മൾ സിലബസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്തൊരു സാധനം. നമ്മള് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മളെ സ്റ്റുഡൻസ് എൻക്വയറി ചെയ്തപ്പോൾ ആ ഇനീഷ്യൽ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു മേജർ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് ഓൺലൈനായിട്ട് പഠിച്ചാൽ ഇത് കോഴ്സ് എങ്ങനെയായിരിക്കും, സക്സസ് ആവോ എന്നുള്ളത്. അപ്പൊ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പഠിച്ചത് കൊണ്ടാണ് അവർക്ക് ഇത്ര എക്സ്പോഷർ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ ചില ഫാക്കൽറ്റീസ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, ചിലർ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ജുബൈർ ആണെങ്കിൽ ഇടയ്ക്ക് ഖത്തറിലും ഇടയ്ക്ക് കാലിക്കറ്റും ഫുൾ കറക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ആളുകളുടെ കൂടെ ഇരുന്നു കൊണ്ട് കൂടെ ഒന്നിച്ച് ഫാക്കൽറ്റീസിന്റെ കൂടെ അവര് ചെയ്യുന്ന പ്രൊജക്ടിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ യൂസേഴ്സും ആണ്, അവരുടെ ജേണി അങ്ങനെയാണ്. അതൊരു ഭയങ്കര നമ്മളുടെ ഒരു USP ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൺലൈനിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓഫ്ലൈനിൽ ഒരിക്കലും നമുക്കൊരു മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റിനോട് ഇവിടെ വന്നിട്ട് ക്ലാസ് എടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എവറി ഡേ ക്ലാസ് ഉണ്ട്, എക്സെപ്റ്റ് സൺഡേ എവറി ഡേ നമുക്ക് ക്ലാസ് ഉണ്ട്. സോ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ സിനാരിയോയിലാണ് പല ആൾക്കാരും ഫാക്കൽറ്റി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകുന്നത്. ഓഫ്ലൈൻ ആകുമ്പോൾ ഫാക്കൽറ്റിയെ പറ്റുള്ളൂ. ഓക്കെ, ഓൺലൈൻ ആണെങ്കിൽ മാത്രമാണ്. ആൻഡ് മോറോവർ ഈ QS ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന കോഴ്സുകളാണെങ്കിലും നിങ്ങൾ ഏത് കമ്പനിയും ഒരു മേജർ കമ്പനിയും കൺസൾട്ടിങ് ഫേം എടുക്കുകയാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ വർക്കുകളാണെങ്കിൽ പോലും നമ്മളാണെങ്കിൽ പോലും നാട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര ഒരു ആസ്പിറേഷൻസ് ഉള്ള ആളുകളാണ്. ഷഫീർ സാർ പോലുള്ള റെഡ് സീലാണ് സാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതെ അതെ അതെ. അപ്പൊ അവരെ നിങ്ങൾ എങ്ങനെയാണ്, അവർക്കുള്ള ട്രെയിനിങ് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? നമുക്ക് നമ്മളുടേതായ ഒരു ക്വാളിറ്റി സിസ്റ്റം ഉണ്ട്. നബീൽ ഓൾസോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നമ്മൾ 2023 തുടങ്ങിയ കോഴ്സ് അല്ല നമ്മളിപ്പോ കൊടുക്കുന്നത്. അതെ അതെ അതെ. നമ്മളിത് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്, ഫാക്കൽറ്റീസിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്, മെന്റേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. ഒക്കെ നമ്മൾ കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ തിങ് ഈസ് ഈവൻ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഓഫ് കോഴ്സ് നബീൽ പറഞ്ഞതുപോലെ തന്നെ ടെക്നിക്കൽ നോളജിൽ എല്ലാ ആൾക്കാർക്കും ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഡിഫിക്കൽട്ടാണ്, പല ആൾക്കാർക്കും ഡിഫിക്കൽട്ടാണ്. ബട്ട് നമ്മളുടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് നമ്മൾ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ലെറ്റ്സ് നമ്മളുടെ ഒരു ട്രെയിനർ ഓൺ ബോർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സേ ഒരു 3 month അവർക്കൊരു ട്രെയിനിങ് പീരീഡ് ആണ്. ആ 3 month അവരുടെ പ്രസന്റേഷനും ട്രെയിനിങ് സ്കിൽസും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ പ്രൊഫഷണൽ നമ്മൾ പോയിട്ട് സംസാരിക്കണം നമ്മളുടെ അതേ കാറ്റഗറിയിലുള്ള ആൾക്കാരായിട്ടായിരിക്കും. സോ നമുക്ക് പല ടെർമിനോളജീസും നമ്മളെ പല ടേംസും നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു സ്റ്റുഡൻസ്, ഈ സ്റ്റുഡൻസിന് എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. എൻ്റെ അടുത്ത് മുമ്പ് ഒരു സ്റ്റുഡൻസ് ഈവൻ ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് ഇനീഷ്യൽ ക്ലാസ് എടുക്കുമ്പോഴും. അതായത് നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഓപ്പോസിറ്റ് ഉള്ളത് എന്നാണ് ആസ് എ കൺസൾട്ടിങ് ഫേം ഞാൻ റൺ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മളുടെ ഒരു സ്റ്റുഡൻറ് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡൗട്ടാണ്, സർ ഈ കൺസൾട്ടന്റ് കോൺട്രാക്ടർ ക്ലയന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സോ എനിക്ക് അവിടെയാണ് ഈ ഒരു സാധനം ക്യാച്ച് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മളെ സ്റ്റുഡൻസ് ചിന്തിക്കുന്നത്. സോ നമ്മൾ ആ സ്റ്റുഡൻസിന്റെ ലെവലിലേക്ക് പോയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അതിലേക്ക് ഒരു റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളത്. സോ ഇവൻ നമ്മളുടെ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, ഒന്നും അറിയാത്ത ഒരാള് നമ്മളുടെ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാലും ദ ക്യാൻ ബി എ പ്രൊഫഷണൽ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ ലെവലിൽ വന്ന് നമ്മുടെ ഫാക്കൽറ്റീസിന് അതേ ലെവലിലേക്ക് എത്താനുള്ള ട്രെയിനിങ് കൊടുത്തു. ആ ലെവലിൽ നമ്മുടെ സ്റ്റുഡൻസിന്റെ ലെവലിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഫാക്കൽറ്റീസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ തിങ് ഈസ് പ്രൊഫഷണൽ കൺസൾട്ടിങ് ആണെങ്കിൽ ഡയറക്റ്റ് ഷൂട്ട് ആയിരിക്കും. ഓക്കെ, ഇവിടെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ആ ഒരു ഡൗണിലേക്ക് വന്നിട്ടേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ വി ഹാവ് trained faculties for that one. They are doing very well job. That's the only the reason we are getting the result, right? ഈ പ്ലേസ്മെന്റിലേക്ക് എത്തിയത് അവരുടെയും സപ്പോർട്ട് കൊണ്ട് തീർച്ചയായിട്ടും. ഇനി നമ്മുടെ യൂസേഴ്സിൽ നമ്മുടെ സ്റ്റുഡൻസിൽ കുറെ ആളുകൾ കരിയർ ഗ്യാപ്പ് വന്നിട്ട് എസ്പെഷ്യലി ഗേൾ സ്റ്റുഡൻസ് അവർ കോഴ്സൊക്കെ കഴിഞ്ഞു, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് ഫാമിലി ലൈഫിലൊക്കെ കയറി പിന്നെ 5-10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ ജോലിനെ പറ്റി ചിന്തിക്കുന്നത്.
അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇത്ര ഗ്യാപ്പ് വന്നിട്ട് നോർമലി പിന്നെ ആ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരില്ല, അവർക്കൊരു ധൈര്യം ഉണ്ടാവില്ല ആ ഒരു കോർ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ആളുകൾ നമ്മളെ സ്റ്റുഡൻസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് കുറേ ആളുകൾ നല്ല ജോലിയിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വേറെ ഫീൽഡിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോയ ആളുകൾ, അവർക്ക് കോർ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ജോയിൻ ചെയ്തിട്ട് കുറേ ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. കുറേ സീനിയറായ ആളുകൾ നമ്മളെ കോഴ്സ് എടുത്തിട്ട് ക്യൂഎസിലേക്ക് പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു അടിപൊളി ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമ്മളെ കോഴ്സ് വെച്ചിട്ട് ഇവർക്ക് സാധിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എൻ്റെ സെൽഫ് മോട്ടിവേഷൻ, ഓഫ് കോഴ്സ് നമ്മളുടെ ഫാക്കൽറ്റീസിൻ്റെതാണെങ്കിലും മെൻറ്റേഴ്സിൻ്റെതാണെങ്കിലും ഈവൻ പ്ലേസ്മെൻറ്റ് ടീമാണെങ്കിലും എൻ്റെ എൻട്രി ടീമാണെങ്കിലും CBG ടീമാണെങ്കിലും നമ്മളുടെ ഒരു മോട്ടിവേഷൻ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളൊരു ജോബ് അല്ല കൊടുക്കണം, ലൈഫാണ് കൊടുക്കുന്നത്. തിങ് ഇസ് പല ആൾക്കാരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സ്റ്റുഡൻറ്റ് മാലിദ്വീപ്സിലാണ് ജോബ് പ്ലേസ്ഡ് ആയത്. അവൻ ഫസ്റ്റ് എന്നെ വിളിച്ചത്, എന്നിട്ട് പറയുന്നത് സാർ ഞാൻ എൻ്റെ വൈഫിനെ പോലും വിളിച്ചില്ല, എനിക്ക് സാറിനെ ഫസ്റ്റ് വിളിക്കണം എന്ന് തോന്നി, ഓക്കെ സാറ് കാരണമാണ് എനിക്ക് ജോബ് കിട്ടിയതെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെയാണ് എന്താ പറയുക നമ്മളായിട്ട് കണക്ട് ആവണം ഈ ഒരു ഇതില്. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്റ്റുഡൻസുമായിട്ട് ഭയങ്കര ഒരു ഇൻഡിവിജ്വൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അനദർ തിങ് തീർച്ചയായും നിങ്ങളുടെ ടീമും ടീം അങ്ങനെ തന്നെയാണ്. ആൻഡ് അനദർ തിങ് റീസെന്റ് ആയിട്ട് ഒരു സ്റ്റുഡന്റ് 9 years കരിയർ ഗ്യാപ്പ് ഉണ്ട്, എന്നിട്ട് ഷീ ഗോട്ട് ജോബ് ഇൻ UAE. സോ അവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് 9 years റിഗ്രറ്റ് ഫീൽ ആയിരുന്നു. ഞാൻ ബിടെക് കഴിഞ്ഞു ആൻഡ് എനിക്ക് ജോബിൽ ഒന്നും ആയിട്ടില്ല, എന്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ വേറെ ലെവലിലെത്തി. സോ എന്റെ ഫ്രണ്ടിൽ എന്തോ ഒരു വോള് വന്നിട്ട് ബ്ലോക്ക് ചെയ്ത പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ ഒരു കോഴ്സ് എടുത്തപ്പോഴാണ് ആ വോള ഓപ്പണായി, ഡോർ ഓപ്പണായി അവരുടെ ലൈഫിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയത്. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. വേറെ സ്റ്റുഡന്റ് ആയിരുന്നു, ഐ തിങ്ക് ഹെർ നെയിം ഇസ് അപർണ അരുണിമ ഓർ സംതിങ്. ആ സ്റ്റുഡന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് സാറേ എനിക്ക് എന്തെങ്കിലും ഒരു ജോബ് മതി, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെടുത്ത് എനിക്കൊരു ജോബ് ഉണ്ട് എന്ന് പറയണം, ആ ഒരു പ്രൗഡ് ഫീല് എനിക്ക് കാണിക്കണം. ഷീ ഗോട്ട് ജോബ് ഇൻ മുംബൈ. ഓക്കെ, സോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിലേക്കുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, സോഷ്യൽ ഇമ്പാക്ട്. ആ ഒരു സോഷ്യൽ ഇമ്പാക്ട്. സോ ഞാൻ ഇപ്പം പറയുന്നത് 1500 പ്ലേസ്മെന്റ് തന്നെ നമ്മളൊരു ജോബ് അല്ല ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ഓരോരുത്തർക്ക് 1500 ആൾക്കാർക്ക് അവരുടെ ലൈഫ് സെറ്റിൽ ആവാനുള്ള ഒരു സാധനമാണ് ചെയ്തത്. ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലെവൽ ചോദിച്ച ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ജോബ് കിട്ടുന്നത്, പല പല കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ജോബ് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് മാർക്കറ്റ് സിനാരിയോസ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഈ കോഴ്സിലേക്ക് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സിൽ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനും നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്ന ആസ് എ CBG കൺസൾട്ടിങ് ഫേം നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഡെവലപ്പായി വരുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ 3 പ്രൊഫഷൻസി ലെവലാണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ ഈസ് ലേണിംഗ് ആണ്. സോ ദ തിങ് ഈസ് നമ്മൾ കോളേജിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്, നമ്മൾ ഓൺലൈനിൽ നോക്കി പഠിക്കുന്നുണ്ട്, നമ്മളെ ക്ലാസ്സുകളിൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവർ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് തിങ് ഈസ് പ്രൊഫഷണൽ ആണ്. ഓക്കെ, അത് ലെവൽ 2 പ്രൊഫഷൻസി ആണ്. ദാറ്റ് മീൻസ് അവർ ലേൺ ചെയ്തത് വെച്ചിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാം. ലേൺ ചെയ്തത് അവരുടെ ഇൻസൈറ്റ്സും ഒക്കെ വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. സോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതാണ് ചെയ്യുന്നത്. വി ആർ എ പ്രൊഫഷണൽസ്. അതാണ് ലെവൽ 2 പ്രൊഫഷൻസി. സോ ലെവൽ 3 പ്രൊഫഷൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മളുടെ എക്സ്പീരിയൻസും നമ്മളുടെ ഇൻസൈറ്റ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ വേറെ ആൾക്കാർക്ക് ഗൈഡൻസ് കൊടുക്കുക. ഓക്കെ, സോ മാനേജർ പൊസിഷനിലൊക്കെ എത്തുകയാണെങ്കിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളുടെ എപ്പോഴും ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയിലേക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കണം എന്നാണ് നമ്മളുടെ ഫോക്കസ്. സോ വി ആർ ഗിവിംഗ് ട്രെയിനിങ് ടു ദം ടു റീച്ച് ഇൻ ടു ലെവൽ 2 പ്രൊഫഷൻസി. ഈ ലെവൽ 2 പ്രൊഫഷൻസിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നത്. പല ആൾക്കാർക്കും പ്രൊമോഷൻസ് ഇതൊക്കെ വേറെ ലെവലിലേക്ക് അവരുടെ കരിയർ ഡെവലപ്പ് ആവുന്നത് ഈ ഒരു പ്രൊഫഷൻസി ലെവല് ചേഞ്ച് ആവുന്നത് കൊണ്ടാണ്. ആൻഡ് ഇന്നിപ്പോ ഞാൻ വരുമ്പോ നമ്മളുടെ സ്റ്റുഡന്റ് ആണ്, ഷീ ഗോട്ട് ഇൻ ലെവൽ 2 പ്രൊഫഷൻസി, അതായത് ഒരു ജോബ് കിട്ടിയത് ഒക്ടോബർ 2025 ഇന്ന് വിളിച്ചത് വെച്ചാല് അവർക്ക് പ്രൊമോഷൻ കിട്ടി, അണ്ടറിലെ ആൾക്കാരുണ്ടെന്നാണ്. സോ ദ തിങ് ഈസ് നമ്മളുടെ ഒരു സ്റ്റുഡന്റിന്
ഇനി 3 month സ്പാനിൽ തന്നെ ലെവൽ 3 എത്താൻ പറ്റും. ഓക്കെ, യെസ് യെസ്. അത് നമ്മളുടെ ഒരു കോഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് മോർ ഓവർ തിങ് ഈസ് നമ്മൾ കൊടുക്കുന്നതും അവർ മനസ്സിലാക്കി വെച്ചിട്ട് അവർക്ക് നോട്ട് ഓൺലി ദ ജോബ്, ആ ജോബിൽ നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അവരുടെ കരിയർ പെട്ടെന്ന് ഒരു ആസ് ആൻ എക്സ്പോണൻഷ്യൽ കർവിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതെ അതെ. അപ്പൊ നമ്മുടെ കോഴ്സ് ഓൾറെഡി സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഈവൻ QS ആയിട്ട് പല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും അപ്സ്കിൽ ചെയ്യാനും യൂസ് ചെയ്യും. അവർക്ക് പ്രൊമോഷൻസ് വേണമെങ്കിലും അവരുടെ കരിയർ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനും നമുക്ക് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് ഹിസ്റ്ററി ഉണ്ട്, നമുക്ക് റിസൾട്ട് ഉണ്ട്. അങ്ങനെ. അതെ അതെ. ഞാന് 2 മാസം മുമ്പ് കോയമ്പത്തൂർ ഓഫീസിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു യൂസർ വന്നിട്ടുണ്ട്. ആള് 48 വയസ്സാണുള്ളത് ഒരാളാണ്. ആൾക്ക് കമ്പനിയിൽ നിന്ന് എന്തോ ഒരു പ്രൊമോഷൻ കിട്ടി. നമ്മള് ടെസ്റ്റിമോണിയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ കരിയറിന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താന്നുള്ളത് നമ്മളുടെ ആസ് എ കോഴ്സ് നമ്മളത് സക്സസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഓഫ് കോഴ്സ് നമ്മളുടെ കോഴ്സുകൾ ബാക്കിയുള്ളവർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അഗൈൻ നമ്മൾ ഇന്നത്തെ കോഴ്സ് അല്ല നാളെ കൊടുക്കണം. വി ആർ അപ്ഡേറ്റഡ്. ദ മേജർ USP ഓഫ് അവർ കോഴ്സ് ഈസ് നമ്മുടെ പ്രൊഫഷണൽസ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഈവൻ അവരുടെ എക്സ്പീരിയൻസും ഇതും ഒക്കെ ഷെയർ ചെയ്യണം. ആൻഡ് അനദർ തിങ് ഈസ് നമ്മൾ 1500 ആൾക്കാരെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് എന്താ പറയാ ഗോസ്റ്റിംഗ് അല്ല, അവരത് കഴിഞ്ഞാൽ പോണില്ല. അപ്പൊ ഇന്ന് എനിക്ക് ഒരു സ്റ്റുഡൻസ് സൽമാൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ്, അവളുടെ കമ്പനിയിൽ ജോബ് ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ടായപ്പോ എനിക്കാണ് മെസ്സേജ് അയച്ചിട്ട് നല്ല സ്റ്റുഡൻസിന് വേണമെന്ന് പറഞ്ഞു. സോ വി ഹാവ് വെരി കമ്മ്യൂണിറ്റി ഓൾസോ. നമ്മളൊരു കമ്മ്യൂണിറ്റി കേരളത്തിലുള്ള പല കമ്പനീസും നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓൾറെഡി മുമ്പ് ഹയർ ചെയ്ത നമ്മുടെ സ്റ്റുഡൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ അവരെ റെഫർ ചെയ്തിട്ട് ഇങ്ങോട്ട് നമുക്ക് സോ ദാറ്റ്സ് അവർ സക്സസ്. ഈവൻ നമുക്കൊരു നല്ലൊരു അലുമിനി കമ്മ്യൂണിറ്റിയും അവിടെ ഡെവലപ്പ് ആയി വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പം നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ 2026 ഡിസംബർ വരെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒക്ടോബർ ടു ഡിസംബർ 500 ആയി. 2 months ഡിസംബർ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ഇതിങ്ങനെ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് വരുന്നത്. മേ ബി ജൂൺ 2026 നമ്മൾ 3500 ഇവിടെ ഇരിക്കും. പിന്നെ നമ്മളെ കോഴ്സിൽ നമുക്ക് CV പ്രിപ്പറേഷൻ സെഷൻ ഉണ്ട്, അതുപോലെ HR സെഷൻസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ആക്ച്വലി നമ്മളെ യൂസേഴ്സിന്, നമ്മുടെ സ്റ്റുഡൻസിന് ജോലി കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതൊന്ന് ബ്രീഫായിട്ടൊന്ന് പറയാൻ പറ്റും? സെയിം തിങ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം നമ്മൾ അവർക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാറുണ്ട്, ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി. സെയിം തിങ് നമ്മളിപ്പം നമുക്ക് ഒരുപാട് നോളജ് ഉണ്ടാവും, ബട്ട് ഹൗ വി ആർ പ്രസന്റിങ് ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാനെപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഇന്റർവ്യൂ മീൻസ് യു ആർ സെല്ലിങ് യുവർ സ്കിൽസ് ടു സമ്മൺ ആൻഡ് യു ആർ ടേക്കിംഗ് മണി ഫ്രം ദം. അതാണ് ഇന്റർവ്യൂ. നമ്മളൊരു സെയിൽസ് പ്രോസസ് ആണ് അവിടെ വരുന്നത്. ആൻഡ് ഇന്റർവ്യൂയിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു കീ വേണം, ദാറ്റ് ഈസ് അവർ CV. ഓക്കെ, എനിക്ക് ഐ തിങ്ക് ഒരു 6 months or 1 year മുമ്പുള്ളൊരു കാര്യമാണ്. എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ല. ആ സ്റ്റുഡൻറ്റ് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ഒരു 100+ CVs അവർ ഷെയർ ചെയ്യുന്നുണ്ട് ജോബ് ആപ്ലിക്കേഷൻ. അവർക്ക് ജോബ് കിട്ടുന്നില്ല. ദെൻ നമ്മളുടെ CV പ്രിപ്പറേഷൻ സെഷൻ, ഓഫ് കോഴ്സ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് CV കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സിന്റെ ടൈമിൽ തന്നെ അവർക്ക് ജോബിന് അപ്ലൈ ചെയ്യാന്നുള്ളതും അതിന്റെ കൂടെ തന്നെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുള്ളതുകൊണ്ടാണ്. സോ അവരുടെ CV റെഡി ആയപ്പോൾ ഇൻ എ വീക്ക് അവർക്ക് 20 കോൾസ് ഇന്റർവ്യൂ കോൾസ്. നോർമലി ഫ്രഷേഴ്സ് അനുഭവിക്കുന്നത് അവരിങ്ങനെ CV ഇങ്ങനെ പലയിടത്തും. ഈവൻ CV ആണെങ്കിലും ഈവൻ നമ്മളുടെ കമ്പനിയുടെ ഒരു കൾച്ചർ ഞാൻ പറയാം, നമ്മുടെ ജോബ് ഓപ്പണിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 24 hours നമുക്കൊരു മിനിമം ഒരു 2000 to 3000 CV കിട്ടും. ഇത് നമ്മൾ CV ഫിൽറ്ററിങ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആസ് എ QS ആണെങ്കിൽ BOQ, RA ബില്ല്, വേരിയേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസ് കീവേഡ്സ് ഉണ്ടോ നോക്കും. ആ കീവേഡ്സ് ഫിൽറ്റർ ആ കീവേഡ്സ് ഫിൽറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 200 CV കുറവുണ്ടാവും. 10% നമ്മളെത്തും. ഇനി ഈ 200 CV നമ്മൾ ജൂനിയേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ HR ടീമിന്റെ അടുത്ത് പറയും, ഇതിന്നൊരു 10-20 ആൾക്കാരെ ഒരു 30 സെക്കൻഡ് റിവ്യൂ ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യണം. സോ ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആരാണെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അയക്കുന്ന CV നിങ്ങളുടെ CV സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 0.1% ആണ്.
ഓക്കെ. സോ നമ്മളുടെ CV അത്രയും ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. സോ പല ആൾക്കാരും വേറെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും HR കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുടെ CV കോപ്പി പേസ്റ്റ് ഞാൻ ഒരു കോമഡി, എനിക്കൊരു CV വന്നപ്പോ നമ്മളുടെ HR എനിക്ക് അയച്ചു തന്നെയാണ്. ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണ്. ഐ ഹാഡ് ടേക്കൺ കരിയർ ഗ്യാപ്പ് ഓൺ മെറ്റേണിറ്റി ലീവ്. ഹി ഹാസ് മെൻഷൻ ദാറ്റ് വേണം ബിക്കോസ് അവരിട്ട CV-യിൽ അവരെന്താണെന്ന് ഒരു മെൻഷൻ ചെയ്തു. കരിയർ ഗ്യാപ്പ് മെറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞ് ഓഫ്കോഴ്സ് അത് വേറെ ഏതോ ഒരു ലേഡിയുടെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. സോ നമുക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസും ഇതിന്റെ ഒരു സ്ട്രെങ്ത്തും CV-യുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. ഓഫ്കോഴ്സ് വി ഹാവ് AI ടൂൾ ഫോർ CV പ്രിപ്പറേഷൻ ഓൾസോ. സോ ഇതിൽ നമ്മളുടെ സ്റ്റുഡൻസ് CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ഇന്റർവ്യൂ. ഓക്കെ, ഇന്റർവ്യൂ കോൾ കിട്ടി കഴിഞ്ഞാൽ പല ആൾക്കാരും പാനിക്കാണ്. സോ ഇത് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോക്ക് ഇന്റർവ്യൂസ് കൊടുക്കും. ആൻഡ് ഇന്റർവ്യൂവിൽ ഓഫ്കോഴ്സ് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ പ്രൊഫഷണൽസും ഒരു ദിവസം ഒരു മിനിമം ഒരു 5 or 6 ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ദേ നോ ഇറ്റ് എന്താണ് ആസ് എ കാൻഡിഡേറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യണത് എന്നുള്ളത്. സോ ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് അവർക്ക് ജോബ് കിട്ടും. നമ്മളുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് ഷോബയിൽ പ്ലേസ്ഡ് ആയത്, ബാംഗ്ലൂർ ഷോബയിൽ പ്ലേസ്ഡ് ആയത്. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഞാനാണ് മോക്ക് ഇന്റർവ്യൂ കൊടുത്തത്. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ സ്റ്റുഡൻസിന്റെ അടുത്ത് സാറിന് വിളിക്കാൻ പറയാറില്ല, ജുബേർക്കാന്ന് വിളിക്കാൻ പറയുള്ളൂ. സോ അവനോട് ചോദിച്ചു, ജുബേർക്ക് ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം, നിന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് ചുമ്മാ നിന്റെ CV കണ്ടിട്ട് ഇവന് കുറച്ച് കുർത്തക്കെട്ടനാണ്, ഇവനൊന്ന് ഫയർ ചെയ്ത് വിടാന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു ഇന്റർവ്യൂർ നിന്നെ വിളിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 0.1% പോസിബിലിറ്റിയിൽ സെലക്ട് ആയ ഒരാളാണ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. സോ ആസ് എ എംപ്ലോയർ, ഞാനൊരു എംപ്ലോയർ ആണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവൻ കൊള്ളാലോ, ഇവൻ എന്റെ കമ്പനിയിലേക്ക് ഹയർ ചെയ്യാലോ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 70% ഓൺ പാസ്സാണ്. നമ്മളൊരു 30% കൊടുക്കണം. ഓക്കെ, ഈ 30% പ്രോപ്പറായിട്ട് കൊടുക്കാത്ത ആൾക്കാരാണ് ഫെയിലാണ് ഇന്റർവ്യൂ. ഓക്കെ, ഇനി ഇന്റർവ്യൂവിന്റെ അപ്രോച്ച് മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഫോൺ വാങ്ങാൻ പോകണം, ഇവൻ iPhone വാങ്ങാൻ പോകണം. സോ iPhone വാങ്ങാൻ പോകുമ്പോൾ ഇതൊക്കെ നമ്മളെ സ്റ്റുഡൻസിന് ഞാൻ സീക്രട്ട് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഓഫ്കോഴ്സ് ഇത് വേൾഡിൽ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. സോ iPhone വാങ്ങാൻ പോകുമ്പോൾ ഞാൻ iPhoneന്റെ സ്പെക്കൊക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സെയിൽസ് ഷോപ്പിൽ പോയി നിങ്ങൾ iPhone വേണമെന്ന് പറയുമ്പോൾ ഓൻ വന്നിട്ട് പറയാണ്, സർ ഇതിന് അഡാപ്റ്റർ കിട്ടൂല കേട്ടോ, സർ ഇതിൽ 128 GB ആണ് ഉള്ളു കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഓഫ്കോഴ്സ് എനിക്കത് വാങ്ങാനുള്ള ഇൻട്രസ്റ്റ് പോകും. കാരണം വെച്ചാൽ ഹൈലൈറ്റിംഗ് നെഗറ്റീവ് ഓർ വീക്ക്നെസ്. പല ഇന്റർവ്യൂവിലും പല ആൾക്കാരും പോയ ഉടനെ പറയും, സാർ എനിക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, എനിക്ക് ബാക്ക് പേപ്പർ ഉണ്ട് കേട്ടോ. വൈ? ഇത് ഓൾറെഡി CV-യിൽ മെൻഷൻ ചെയ്തതാണ്. സോ നമ്മളൊരു സെയിൽസ് പ്രോസസ്സിന് പോയി കഴിഞ്ഞാൽ, സാർ എനിക്ക് ഇന്ന് സ്ട്രെങ്ത് ഉണ്ട്, യു ആർ ഹയറിംഗ് മീ, ഓഫ് കോഴ്സ് ഐ ക്യാൻ ഡു ദിസ് ആൻഡ് ഓഫ് കോഴ്സ് എവറി ഹ്യൂമൻ ഹാവ് ദ വീക്ക്നെസ്. അവർക്ക് അവരുടേതായ വീക്ക്നെസ് ഉണ്ട്. സോ അത് നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രെങ്ത് അപ്സ്കെയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ CV ആൻഡ് HR പ്രിപ്പറേഷനിൽ നമ്മൾ കൊടുക്കുന്നത്. അതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസിൽ ഒരു 25% മിഡിൽ ഈസ്റ്റിൽ ഉള്ള ആളുകളാണ്. അവിടെ ഈ പറഞ്ഞ പോലെ കുറെ കരിയർ ഗ്യാപ്സ്, അവിടെ പോയി ജോലി സെർച്ച് ചെയ്യുന്ന ആളുകൾ. അതുപോലെ നമ്മുടെ പ്ലേസ്മെന്റിന്റെ ഒരു പെർസെൻറ്റേജ് നോക്കിയാലും ഒരു 30% ഒക്കെ മിഡിൽ ഈസ്റ്റ് പ്ലേസ്മെന്റുകളാണ്. അപ്പൊ നമ്മുടെ കോഴ്സ് വേൾഡിൽ എവിടെയും ഫിറ്റ് ആകുന്ന രീതിയിലല്ലേ ഉള്ളത്? യെസ്, നമ്മൾ ഇപ്പം കോഴ്സ് കൊടുക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലാണ്. ഇവൻ ഇഫ് യു ആർ ലുക്കിംഗ് ടു QS നമ്മൾ RICS ഫിറ്റിക് സ്റ്റാൻഡേർഡിലാണ് കൊടുക്കുന്നത്. നിങ്ങൾ വേൾഡിൽ എവിടെ പോയാലും ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. ആൻഡ് ഇതിന്റെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ആയിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ വരും, അതായത് കൺട്രി സ്റ്റാൻഡേർഡ്സ് വരും. ബട്ട് ഇഫ് യു നോ, ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് സൗദിയിലാണ്. സോ സൗദിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ഞാൻ ജോബ് ചെയ്തത് മുംബൈയിലാണ്. സോ ഇന്ത്യയിൽ SP27 IS 1200 ഒക്കെയാണ് സ്റ്റാൻഡേർഡ്സ് ഉള്ളത്. സോ എനിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അതുവരെ ഞാൻ നോക്കിയിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. ബട്ട് മിഡിൽ ഈസ്റ്റിൽ എനിക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എക്സ്പോഷർ ഉണ്ടായതുകൊണ്ട് എനിക്കിത് വലിയ ഡിഫിക്കൽട്ടി ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പഠിപ്പിച്ചു കൊടുക്കും. വേൾഡ് വൈഡ് എവിടെ പോയാലും ഇവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ്
മേ ബി സം വേരിയേഷനിൽ കണ്ടന്റ് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിലും അവർക്ക് ജസ്റ്റ് നോക്കുമ്പോഴേക്കന്നെ ഇതിന്റെ ആൻസർ കിട്ടും. അതെ, നമ്മളെ യൂസേഴ്സ് എനിക്ക് തോന്നുന്നത് മാൽദീവ്സ്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, എല്ലാ സ്ഥലത്തും. ലാസ്റ്റ് കാനഡ അങ്ങനെ ഒരു കുട്ടിക്ക് കോൾ വന്നത്, മലേഷ്യ, സിംഗപ്പൂരിൽ. We are getting result only because of we are focusing on international standards. Otherwise I am not sure നമുക്ക് ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ നമ്മൾ 1500 പ്ലേസ്മെന്റ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസിനെയൊക്കെ ഒന്നിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒരു മീറ്റപ്പ് പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേസ്ഡ് യൂസേഴ്സ് ഒക്കെ മൾട്ടിപ്പിൾ കൺട്രീസിലാണുള്ളത്. അപ്പൊ നമ്മൾ കുറെ മീറ്റപ്സ്, ചെറിയ ചെറിയ മീറ്റപ്സ് ആയിട്ടാണ് ഇപ്പൊ നടത്തിയത്. നമ്മൾ കൊച്ചിയിൽ തന്നെ ഒരു 4 മീറ്റപ്പ് ഓൾറെഡി നടത്തി. അതെ, ദുബായിൽ 2 മീറ്റപ്പ് നമ്മൾ നടത്തി. ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്ത ഖത്തറിലായിരുന്നു. അന്ന് 60 പേര് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? പിന്നെ ബാംഗ്ലൂർ ഒരു മീറ്റപ്പ്, പിന്നെ കോയമ്പത്തൂർ മീറ്റപ്പ്, അങ്ങനെ 8 മീറ്റപ്പ് നടത്തി. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും സ്റ്റുഡൻസിനെ നേരിട്ട് കാണുന്നത്, ഈ യൂസേഴ്സിനെ, ഇത്ര ആളുകളെ. അപ്പൊ അവരാദ്യം കാണുമ്പോഴുള്ള അവർക്ക് നിങ്ങളോടുള്ള ഒരു അപ്രോച്ച് എന്താണ്, നിങ്ങൾക്ക് അവരോടുള്ള ഒരു അപ്രോച്ച്, അവരെ അങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഷുവർ. എനിക്കത് പറയുമ്പോൾ തന്നെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പല ആൾക്കാരും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്റേതായിട്ടുള്ളൊരു സക്സസ് അല്ല, ഇത് നമ്മളുടെ ടീമിൻ്റെതും എൻട്രി ടീമിൻ്റെതാണെങ്കിലും ആ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റേതാണെങ്കിലും അവരുടെ ഒക്കെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ്. ബട്ട് പല ആൾക്കാരും വന്ന് പറയും, സാറില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. റിയലി താങ്ക്സ് ടു യു. ഈവൻ ഞാൻ ഖത്തറിൽ പോയപ്പം ഞാൻ അവിടെ നിന്നാണ് കുറെ സ്റ്റുഡൻസിനെ, മിഡിൽ ഈസ്റ്റിലെ സ്റ്റുഡൻസിനെ കാണുന്നത്. ഈവൻ അതിന് മുമ്പ് നമ്മൾ കൊച്ചിയിലാണ് നടത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവരവിടെ പറയണത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിപെൻഡന്റ് വിസയിൽ വന്നതാണ്, ഈവൻ 4 or 5 years ആയി. പല ആൾക്കാരും എന്താ പറയുക, ഓൾമോസ്റ്റ് ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കരിയറിൽ എന്താണെന്നുള്ളത്. ബട്ട് ഈ ഒരു ലൈറ്റാണ് എൻ്റെ ലൈഫിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്. സോ ദാറ്റ്സ് ദ തിങ്. അഗൈൻ ഞാൻ പറയണത്, നമ്മളുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നതും 1500 പ്ലേസ്മെന്റ് അല്ല, ഇറ്റ്സ് ഗിവിങ് ലൈഫ് ടു ദം. അവരുടെ ലൈഫ് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മളുടെ ഒരു സക്സസ് ആയിട്ട് നമുക്ക് തോന്നിയത്. ആൻഡ് ഓഫ് കോഴ്സ് അതാണ് നമ്മളുടെ ഒരു സക്സസും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ സ്റ്റുഡൻസിനുള്ള ആ ഒരു കരിയർ ഗ്രോത്ത് കാണുമ്പോഴും, ഇവൻ അവർ നമ്മളുടെ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞു സൽമാൻ എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ഇവിടുന്ന് ദുബായിൽ പോയിട്ട് ജോബാക്കിയ കുട്ടിയാണ്. ഓക്കെ, സോ ആ കുട്ടിക്ക് അവരുടെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നു, ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് കാണുമ്പോഴും വി ആർ ഡെവലപ്പിംഗ് എക്കോസിസ്റ്റം. നമ്മൾ വേൾഡ് വൈഡ് ഒരു നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കണം പ്രൊഫഷണൽസിന്റെ. അതാണ് പേഴ്സണലി എനിക്കൊരു ഇമോഷണലി ഈ ഒരു ഫീൽഡിലേക്ക് ഉള്ളൊരു ഇതെന്നുള്ളത്. ഓക്കെ, ഈവൻ ദോ ഐ ആം റണ്ണിങ് അതർ ബിസിനസ് ഓൾസോ, ബട്ട് എനിക്കൊരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളത് പറഞ്ഞ ഈ ട്രെയിനിങ് ഫീൽഡാണ്. നമ്മൾ ആളുകളെ ലൈഫിലേക്ക് ഡയറക്റ്റ് നമ്മളൊരു പാർട്ടാകുകയാണ് അവരുടെ കരിയറിലേക്ക് പറയുമ്പോൾ. ഓഫ്കോഴ്സ് കൺസ്ട്രക്ഷൻ ആകുമ്പോഴും ഓഫ്കോഴ്സ് വി ആർ എ പാർട്ട്. നമ്മളില്ലെങ്കിലും അവർക്കത് വേറൊരു ലെവലിൽ അവർക്ക് വേറെ ടീമിനാക്കിയിട്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓഫ്കോഴ്സ് നമ്മളെ പോലെ തന്നെ ഒരുപാട് കൺസൾട്ടിംഗ് ഫേംസ് ഉണ്ട്. ബട്ട് ട്രെയിനിങ്ങിൽ എനിക്ക് കാണുന്ന ഒരു സക്സസ് എന്ന് പറയുന്നത് ഇതാണ്. ദേ ഡോണ്ട് നോ വേർ ദേ ഹാവ് ടു ഗോ. ആ ഒരു ഇതില് we are here to support you and now you are getting results എന്നുള്ള ഇതുണ്ടല്ലോ, അതാണ് ഈ ട്രെയിനിങ് ഇങ്ങനെ പോണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് 3 കോഴ്സുകളുണ്ട്. ക്വാണ്ടിറ്റി സിവിൽ ക്വാണ്ടിറ്റി സർവേയിങ് ഉണ്ട്, സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ട്, പിന്നെ BIM ഉണ്ട്. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞിട്ട് ഒരു ഫ്രഷർ ഇങ്ങനെ 3 ഓപ്പർച്യൂണിറ്റീസ് കാണാണ്, അല്ലെങ്കിൽ ചെറിയൊരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഈ 3 കോഴ്സുകൾ കാണാണ്. അപ്പോൾ അവരെന്തിന്റെ ബേസിലായിരിക്കും ഏത് കോഴ്സ് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച്? എനിക്ക് പലയിടത്തുനിന്നും പല ആൾക്കാരും ചോദിക്കുന്നത്. ഇവൻ ഞാൻ കോളേജുകളിൽ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സ് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അലൈൻഡ് ആയിട്ടായിരിക്കണം. ഓക്കെ, ദ തിങ് ഈസ് നമുക്ക് നന്നായിട്ട് വരക്കാൻ അറിയാം. ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ BIM. നമുക്ക് നന്നായിട്ട് മാത്സ് അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്കുകൾ കളിക്കാൻ അറിയാം. സിമ്പിൾ മാത്സ്, ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് സ്ട്രക്ചറൽ ഡിസൈൻ മാത്സ്.
അതറിയാം. യു ക്യാൻ ചൂസ് ക്വാണ്ടിറ്റി സർവേ. Okay. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും എനിക്ക് 100% സ്ട്രക്ചറൽ ഡിസൈൻ ആണ് ഇനി വേൾഡ് വൈഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ മാർക്കറ്റിൽ വേണ്ട നമ്മളെ യൂസേഴ്സ് തന്നെ ക്വാണ്ടിറ്റി സർവേ എടുത്തിട്ട് പിന്നെ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സ് എടുത്ത ആളുകളുണ്ട്. യെസ്, ബിക്കോസ് അത് അവരുടെ ഒരു പാഷനാണ്. QS ജോബ് കിട്ടി അല്ലെങ്കിൽ QS മേ ബി സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ അവർ QS കിട്ടും. പക്ഷെ അവരുടെ പാഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഡിസൈൻ. ഓഫ്കോഴ്സ് നമ്മളുടെ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സ് ഫീ കൂടുതലാണ്. ബിക്കോസ് അറിയാലോ, ആ ഒരു ഡിസൈൻ ഫീൽഡാണ്, ലോങ് ടേം ആയിട്ട് പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ്. ഇവൻ തോന്നുന്നു വി ആർ ഗിവിൻ ദം സ്ട്രക്ചറിൽ തന്നെ RCC സ്റ്റീല് വേറെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡും പഠിപ്പിച്ചു കൊടുക്കും. സോ അതിൻ്റെതായ ഡ്യൂറേഷൻ, അതിൻ്റെതായ ടൈം ഡെഡിക്കേഷനും വേണം. QS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ പഠിപ്പിച്ചെടുക്കുന്നത് 6 months ആണെങ്കിൽ ദാറ്റ്സ് 1.5 year ഐ തിങ്ക്. 1 to 1.5 year കോഴ്സാണ്. ഓക്കെ, സോ അതിലേക്ക് എത്താനുള്ളൊരു ഫുഡ് സ്റ്റെപ്പ് ആയിരിക്കും ഇനീഷ്യലി QS എടുത്തായിരിക്കും. ഓഫ് കോഴ്സ് അങ്ങനെ പല ആൾക്കാരും വരുന്നത്. ഈവൻ വേറെ അടുത്ത് BIM പഠിച്ച ആൾക്കാർ നമ്മൾ BIM കോഴ്സ് എടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടൂൾസ് പഠിപ്പിച്ചു കൊടുത്തു. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ലെവൽ 1 പ്രൊഫഷൻസി ജസ്റ്റ് ലേൺ. അവർക്ക് പ്രൊഫഷൻസി കിട്ടിയില്ല, ലെവൽ 2 പ്രൊഫഷൻസി കിട്ടിയില്ല, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളെ കോഴ്സ് എടുത്ത ആൾക്കാർ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരാള് ഏത് ഫീൽഡിലേക്കാണോ പോകുന്നത് ആ 3 ഫീൽഡിലേക്കുള്ള കോഴ്സുകൾ എൻട്രി ആപ്പിൽ ഉണ്ട്. അപ്പോ അത് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും അവർക്ക് പോകാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ അക്കാദമിക് കൺസൾട്ടന്റ് ഉണ്ട്. ഓഫ് കോഴ്സ് പല ആൾക്കാർ ഇങ്ങനെയുള്ള ഡൗട്ടുകൾ വരുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെയാണ് നമ്മളുടെ സ്റ്റുഡൻസിന് ആ സ്ട്രെങ്ത്തിലുള്ള സ്റ്റുഡന്റ് മാത്രം അതിലേക്ക് വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ റിസൾട്ടിലേക്ക് എത്തിക്കാൻ. അതർവൈസ് അവർ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീന്റെ ഒരു നമ്മൾ ഫസ്റ്റ് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ കേരളത്തിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീന്റെ ഒരു അടുത്തൊരു 5 കൊല്ലത്തെ ഭാവി എങ്ങനെയായിരിക്കും? ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നത്? അതിനെ പറ്റി എന്താണ് നിങ്ങളൊരു കേരളത്തിന്റെ കേസ്? ഞാൻ ഇതിന്റെ ഒരു ഹിസ്റ്ററി മുതൽ ഇങ്ങനെ തുടങ്ങാം. വി നോ നമ്മളുടെ ഏറ്റവും ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡാണ് സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഓൾഡസ്റ്റ് ആണെങ്കിലും ഇപ്പോഴും ഏറ്റവും കോളേജുകളിലൊക്കെ ഏറ്റവും ഫില്ലായിട്ടുള്ള ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കമ്പ്യൂട്ടർ സയൻസ് എടുത്തോ, കാരണം എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് സ്കോപ്പ് ഇല്ല. ആ ഒരു 2007-10 സയൻസ് ലാസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന ആൾക്കാർ. എനിക്കെപ്പോ ഒരു ഇതുണ്ടായിരുന്നു, കോർ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ട്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓർ സിവിൽ. അപ്പൊ സിവിലാണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത്. അങ്ങനെ അടുത്തതാണ്. ആൻഡ് ഇതുവരെ എനിക്കൊരു ജോബിലേക്ക് എനിക്കൊരു ഡിഫിക്കൽറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പല ആൾക്കാരും കോവിഡിന്റെ സമയത്ത് പല ആൾക്കാർക്കും ജോബ് പോകും. ഏറ്റവും വേഴ്സ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞാൽ കോവിഡ് ആണല്ലോ. അന്നും എന്റെ കമ്പനിയിലാണെങ്കിലും പലയിടത്താണെങ്കിലും ആഫ്റ്റർ കോവിഡ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇൻ കേരള നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ലുക്ക് ഇൻ ടു ഹൈലൈറ്റ് ആഫ്റ്റർ കോവിഡ് അവർ എത്ര പ്രൊജക്റ്റുകളാണ് ചെയ്തത്. ഇതിന്റെ ഒക്കെ യൂഷ്വലി ഒരു 5 year ലോങ് പ്രൊജക്ട് നമ്മൾ ചെയ്യണമെങ്കിൽ 3 year അതിന്റെ പ്രിപ്പറേഷൻ ടൈമാണ്. എക്സിക്യൂഷന് മുമ്പ് ഒരു 3 years ഡിസൈൻ, കൺസൾട്ടിങ്, ആ സാധനങ്ങൾ ചെയ്യുന്ന സാധനം. ഓക്കെ, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഒളിമ്പസ് ആണെങ്കിലും വേൾഡ് ട്രേഡ് സെന്റർ ആണെങ്കിലും പലതര മാളാണെങ്കിലും ഇവിടുത്തെ പൊടിവാടാണെങ്കിലും ഇതൊക്കെ കോവിഡിന്റെ സമയത്ത് പ്ലാൻ ചെയ്ത സാധനങ്ങളാണ്. സോ ഒന്നുമില്ലാത്ത സമയത്ത് ഇത്രയും സീറോയിൽ നിൽക്കുന്ന, വേൾഡ് മൊത്തം സീറോയിൽ നിൽക്കുന്ന കോവിഡ് ടൈമിൽ പോലും കൺസ്ട്രക്ഷന്റെ ആൾക്കാർ ആഫ്റ്റർ കോവിഡ് വി ഹാവ് ടു ഡെവലപ്പ്. ഓക്കെ, ആൻഡ് ദേ ആർ ഗെറ്റിംഗ് റിസൾട്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴും പ്രൊജക്ടുകളുണ്ട്. ആൻഡ് എക്സ്പ്രസ് ഹൈവേ ആഫ്റ്റർ കോവിഡ് തുടങ്ങിയ സാധനമാണ്. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് അത് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടല്ല എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്, കോവിഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വേൾഡില് എല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും കൺസ്ട്രക്ഷൻ ടീം വെറുതെ ഇരുന്നിട്ടില്ല. ഇനി ഫ്യൂച്ചർ നോക്കുകയാണ്, NHI വരുന്നുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ വരും. ഞാൻ ലോക്കലി പറയുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ബിൽഡിംഗ് വരും. വേൾഡ് ട്രേഡ് സെന്റർ 5 years ആകുമ്പോഴേക്ക് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അങ്ങനെയുള്ള പല പല ഡെവലപ്പേഴ്സ് പല പല കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ 10 million square feet സാധനം നമ്മൾ ഒരു 5 year മുമ്പ് ഇമാജിൻ പോലും ചെയ്തിട്ടില്ല. ഇതിന് മുകളിൽ എന്തൊക്കെയോ വരാനും.
ഓക്കെ, നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ നോക്കിയാൽ തന്നെ കേരളത്തിൽ തന്നെ കുറെ ക്വാണ്ടിറ്റി സർവേയിങ് സൈറ്റ് എഞ്ചിനീയേഴ്സ് ഇഷ്ടംപോലെ ബിക്കോസ് കൺസ്ട്രക്ഷൻ ഭയങ്കര ബൂമായിക്കാണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആകുന്നുണ്ട്, ഒരുപാട് അദാനിന്റെ പോർട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഇവൻ സൗദിയിൽ നോക്കുകയാണെങ്കിൽ ഒരു മിഷൻ 2030 ഉണ്ട്, മിഷൻ 2034 വേൾഡ് കപ്പ് ഉണ്ട്, മിഷൻ 2040 ഉണ്ട്. ഞാൻ അടുത്ത മിഡിൽ ഈസ്റ്റിലേക്ക് വരാൻ പോവുകയായിരുന്നു. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇനി ഒരു അടുത്ത 5 വർഷം ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി 2040 വരെ മിഡിൽ ഈസ്റ്റില് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എവിടെ, ഏത് കൺട്രിയിലേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി? ദുബായ്, ഖത്തർ, സൗദി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈവൻ ഒമാൻ ഓൾസോ ഡെവലപ്പിംഗ്, കുവൈറ്റ് ഓൾസോ ഡെവലപ്പിംഗ്. ഓക്കെ. പൊതുവെ ഇപ്പൊ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഖത്തറിൽ ആ വേൾഡ് കപ്പ് കഴിഞ്ഞോട് കൂടി കൺസ്ട്രക്ഷൻ കുറഞ്ഞു, ഇനി സൗദിന്റെ ടൈമാണ് എന്നൊക്കെ ഉള്ള ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ വേൾഡ് കപ്പ് ഡിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് നൗ സിമേസ്മ പ്രൊജക്ട് എന്ന് പറഞ്ഞ പേൾ 2 ഓൾമോസ്റ്റ് $1 trillion സംതിങ് ജൂനിയർ ട്രംപ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു സാധനം. ആൻഡ് അവിടെ വർക്കുകളുണ്ട്. ഓക്കെ, മേജർ പ്രൊജക്ടുകൾ ഇല്ലാന്നേ ഉള്ളൂ. മനസ്സിലായോ? അത് മെഗാ പ്രൊജക്ട്സ് ഇല്ലാന്നുണ്ടോ, അവിടെ വർക്കുകളുണ്ട് ഓഫ് കോഴ്സ്. ആൻഡ് സൗദി ഓഫ് കോഴ്സ് അവര് 2040 വരെ ഓൾറെഡി പ്ലാൻഡ് ആണ്. ആൻഡ് ഇവൻ ഖത്തറിൽ വരാണെങ്കിൽ പോലും ഖത്തറില് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ കൺസ്ട്രക്ഷൻ ഭയങ്കരമായിട്ട് ബൂമായിട്ടുണ്ട്. അവിടെ സിവിൽ എഞ്ചിനീയേഴ്സിന് നല്ല ഓപ്പർച്യൂണിറ്റി. ഓഫ് കോഴ്സ് അവിടെ ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു എക്സിക്യൂഷൻ വേണം. ഓക്കെ, റിഗ് മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ബില്യൺ കണക്കിന് ഡോളറിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ സിവിൽ എഞ്ചിനീയേഴ്സ് വേണം, അവരെ ക്വാണ്ടിറ്റി സർവേസ് വേണം. നമ്മളെ ഡിസ്കഷൻ കൂടുതലും സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം തുടങ്ങിയത് ക്വാണ്ടിറ്റി സർവേ. ആൻഡ് മോറോവർ വേറെ ഒരു കൺസ്ട്രക്ഷൻ കമ്മി, നമ്മൾ കൺസ്ട്രക്ഷനിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് കൊടുക്കുന്നത്. ഈവൻ MEP ഡിസൈൻ ആണെങ്കിലും QS ആണെങ്കിലും BIM ആണെങ്കിലും ഒക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള വർക്കുകളാണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ ഞാൻ വെച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ MEP നമ്മളൊരു സ്കെയിലിംഗ് സ്റ്റേജിലാണ്. അപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും കൺസ്ട്രക്ഷൻ എവിടെ ഉണ്ടോ അവിടെ ഈ ഓപ്പർച്യൂണിറ്റി 3 കോർ ബ്രാഞ്ചസ് ഉണ്ടാവും 100%. ആൻഡ് സൗദിയിൽ ഒരുപാട് 2040 വരെ ഓൾറെഡി അവർ ഫിക്സഡ് ആണ്, അവരുടെ പ്ലാൻ ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. ഈവൻ ദുബായിൽ നോക്കുകയാണെങ്കിലും അബുദാബി ആണെങ്കിലും ദുബായിലാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഈവൻ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, നമുക്ക് കാണാൻ പറ്റും മെഗാ പ്രോജക്റ്റുകളൊക്കെ. സോ എനിക്കൊരു 100% അല്ലെങ്കിൽ 200% ഗ്യാരണ്ടി പറയാൻ പറ്റും, കൺസ്ട്രക്ഷൻ നിൽക്കൂല. ഈവൻ സൗദിയില് ജിദ്ദയിലുള്ള ഒരുപാട് ഓൾഡ് ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്തിട്ട് പുതിയ ബിൽഡിങ്സ് വരാണ്. നിൽക്കൂല. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഒരു സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗിൽ അവിടെ ഒന്നും ചെയ്യാനില്ല, അപ്പൊ അത് ഡിമോളിഷ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് മക്കളുണ്ടായി, അവർക്ക് വീട് വേണ്ടേ, അവരെന്റെ വീട്ടിൽ നിൽക്കില്ലല്ലോ, എന്റെ വീട് പൊളിക്കും വേറെ വീട് എടുക്കും. ഓക്കെ, അവിടെ കൺസ്ട്രക്ഷൻ അല്ലേ, എന്റെ വീട് പൊളിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയാണ്, അവിടെ വേറെ വീട് കൺസ്ട്രക്ഷൻ. ജനറേഷൻ മാറുന്നത് പോലെ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ട് നിൽക്കും, പഴയത് പൊളിയും പുതിയത് വരും, അത് നിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ. പിന്നെ നമ്മള് AI വന്നതോടുകൂടി നമ്മുടെ IT ഇൻഡസ്ട്രിയിലൊക്കെ പലതരത്തിലുള്ള സ്ട്രഗിളിങ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കുറെ ആളുകൾ കോർ ബ്രാഞ്ചസ് തന്നെ ഇപ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ചൂസ് ചെയ്യുന്നത് വീണ്ടും ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ AI എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിനെ, എനിക്ക് തോന്നുന്നത് പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഏത് കാര്യത്തിലും അഡാപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുന്നത്, നമ്മൾ പെൻ ആൻഡ് പേപ്പറിന് വന്നു, ഓട്ടോകാഡ് വന്നു, ഇപ്പൊ BIM പോകണം, ടെക്നോളജി. ഓക്കെ, അത് ഒരു സംഭവമാണ്, അത് നമ്മൾ അഡാപ്റ്റ് ചെയ്തേ പറ്റും. ബട്ട് നമുക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ടെക്നോളജീനെ നമുക്ക് എടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് സോഫ്റ്റ്വെയർ എല്ലാം അറിയാം, എനിക്ക് ഓട്ടോകാഡ് റേറ്റും BIM ഒക്കെ അറിയാം. എനിക്ക് കൺസ്ട്രക്ഷന്റെ കോമ്പോണൻസ് ലൈക്ക് കോളം എന്താണ്, അല്ലെങ്കിൽ ബീം എന്താണ്, സ്ലാബ് എന്താണ്, അതിന്റെ റീബാർ എങ്ങനെയാ വരുന്നത് എന്നുള്ളൊരു ഐഡിയ ഇല്ലെങ്കിൽ എനിക്ക് സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ കോർ ഫീൽഡിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ നോളജ് നല്ല ആളാണെങ്കിൽ, ഇഫ് ഹി ഓർ ഷീസ് റെഡി ടു അഡാപ്റ്റ് ടെക്നോളജി, ഇത് രണ്ടും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൈ ഈസ് ദ ലിമിറ്റ്. അങ്ങനെയുള്ള ആൾക്കാരാണ് മാർക്കറ്റിൽ ആവശ്യം. ഓക്കെ, ടെക്നിക്കൽ കാര്യങ്ങൾ അറിയണം, ടെക്നോളജി അറിയണം, ഇത് രണ്ടും അറിയണ ഒരാൾക്ക്
അവരുടെ ലൈഫ് ഈസി ആക്കാനും പറ്റും, അവർക്ക് നല്ലൊരു ടോപ്പ് 5% ഓഫ് ദ മാർക്കറ്റ് പ്രൊഫഷണൽ ആയിട്ട് മാറാനും പറ്റും. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിന്റെ റിസൾട്ടിൽ നമുക്കത് കാണാൻ പറ്റും. ദേ ആർ റെഡി ടു അക്സെപ്റ്റ് ദ ടെക്നോളജി. ഇവൻ AI ആണെങ്കിലും ഒക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവൻ ഞാൻ തന്നെ ക്ലെയിം ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരും നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ്. പണ്ട് ഞാനൊരു മെയിൽ അയക്കണമെങ്കിൽ ഒരു 1 day ഫുൾ എടുക്കും ഇതിന്റെ കൗണ്ടർ ലെറ്റർ ഒക്കെ അയക്കണമെങ്കിൽ. എനിക്കിപ്പം പോയിന്റ് വൈസ് എടുത്തിട്ട് AI ഉപയോഗിച്ചിട്ട് ഒന്ന് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നുള്ള ചേഞ്ചസ് വരുത്തിയാണ്. സോ ഇതാണ് എന്റെ ലൈഫിൽ 2 മണിക്കൂർ ചെയ്യേണ്ട കാര്യം എനിക്കിപ്പോ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. അതാണ് ടെക്നോളജി നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലുള്ളൊരു സുഖം. ഓക്കെ, സോ AI വരികയാണെങ്കിലും എന്ത് ടെക്നോളജി വരികയാണെങ്കിലും അത് പോസിറ്റീവാണ്. ആസ് എ പ്രൊഫഷണൽ, ഇഫ് യു ഹാവ് ദ ടെക്നിക്കൽ നോളജ്, അത് പോസിറ്റീവാണ്. നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അലൈൻഡ് ആയിട്ട് മാത്രമേ നമ്മളുടെ ഇത് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാച്ച് നോക്കി വർക്ക് ചെയ്യരുത്. ഒരു യൂഷ്വലി ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മളൊരു 100 ആൾക്കാരെ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 80 ആൾക്കാരും വാച്ച് നോക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. വാച്ച് നോക്കി വർക്ക് ചെയ്യാൻ മീൻസ് രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തും, 11 മണിക്ക് ചായ കുടിക്കണം, 1 മണിക്ക് ലഞ്ച് കഴിക്കണം, 4 മണിക്ക് ചായ കുടിക്കണം, 5 മണിക്ക് പോകണം. ഇങ്ങനെയുള്ള ഒരു വർക്കാണ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്വിറ്റ് ദ ജോബ്. ഓക്കെ, ഇത് 80% ഓഫ് ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഒരു 15% ആൾക്കാർ അവർക്ക് ഗ്രോത്ത് വേണമെന്നുണ്ട്, അവർക്കൊരു മെന്റേഴ്സോ ഒരു സപ്പോർട്ടോ ഇല്ല. ഇതാണ് നമ്മളുടെ സ്റ്റുഡന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 15% ആൾക്കാർക്ക് ഒരു മെന്റർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടോപ്പ് 5% ഇല്ല. ടോപ്പ് 5% അവർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്, നല്ല സാലറി ഉണ്ട്, നല്ല ലൈഫ് ഉണ്ട്, അവർക്ക് എന്താ പറയാ, അവരങ്ങോട്ട് എൻജോയ് ചെയ്യാണ് മൊത്തത്തിൽ. ഓക്കെ, അവരുടെ കമ്പനീസ് ഒക്കെ ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യും. അങ്ങനെയുള്ള ലെവലിലേക്ക് നമ്മൾ സ്റ്റുഡൻസ് എത്തിക്കുക എന്നുള്ളതാണ്, ഈ 15% എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് അവർ റിസൾട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? കുറെ ഡിസ്കസ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്കൊരു ഇമോഷണലി കണക്ട് ആയതുകൊണ്ട് ഞാൻ സംസാരിച്ച് തീരില്ല. അപ്പം അവസാനമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയുന്നത്? ഇപ്പം ഫൈനൽ ഇയർ ആയിക്കോട്ടെ, 3rd ഇയർ ആയിക്കോട്ടെ, ഇനി ജസ്റ്റ് പാസ് ഔട്ട് ആയിക്കോട്ടെ, ഇനി പുതിയ ജോലി നോക്കുന്ന ആളുകളായിക്കോട്ടെ, അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ കോളേജിൽ പഠിച്ച കാര്യങ്ങളെല്ലാം മാർക്കറ്റിൽ വരണം. സോ യു ഷുഡ് അപ്സ്കിൽ യുവർ സെൽഫ്. നമ്മൾ മാർക്കറ്റിനെ പറ്റി അറിയണം, പഠിക്കണം. അതറിയാണെങ്കിലാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളെ കരിയർ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് മോർ ഓവർ, നിങ്ങളുടെ അഗൈൻ സ്കിൽസിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അലൈൻഡ് ആയിട്ടുള്ള ജോബുകളിലും മാത്രമേ പോകാൻ പാടുള്ളൂ. അതിൽ അല്ലാത്ത ഒന്നിനും പോകരുത്. ഗ്രോത്ത് ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ദ തിങ് ഈസ്, നിങ്ങൾ എക്സ്പേർട്സിന്റെ അടുത്ത് നട്ടുവെച്ച് വാങ്ങണം. ഞാൻ കോളേജ് ചെയ്യുന്ന സമയത്താണെങ്കിലും പല ആൾക്കാരും ചെയ്യുന്ന വെച്ചാൽ നമ്മളെ കുടുംബത്തില് നല്ലൊരു ലൈഫ് സെറ്റിൽ ആയിരുന്നു, ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കും സെറ്റിൽ ആയിരുന്നു. ഓനൊരു ഹോട്ടൽ നടത്തുന്ന ഒരാളായിരുന്നു. ഓന്റെ അടുത്ത് പോയിട്ട് സിവിൽ എഞ്ചിനീയറിനെ പറ്റി ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ കരിയർ എന്തെടുക്കണം ചോദിച്ചിട്ട് പറയാൻ പറ്റില്ല. ആ ഫീൽഡില്ല, കൺസൾട്ടിങ് വാങ്ങുക, എന്നിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. അതർവൈസ് യു മേ ഗെറ്റ് സ്റ്റക്ക്. ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റക്കായി പോകും നമ്മുടെ ലൈഫ്. നമ്മൾ ലൈഫ് സ്റ്റക്ക് ആവാൻ പാടില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. അത് നമുക്ക് കരിയറിലാണെങ്കിലും ഇൻ ടേംസ് ഓഫ് പേഴ്സണൽ ഗ്രോത്ത് ആണെങ്കിലും കരിയർ ഗ്രോത്ത് ആണെങ്കിലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. ബോറടിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, മടുപ്പ്, നമ്മളൊന്നും ചെയ്യില്ല. സോ ട്രൈ ടു എക്സ്പാൻഡ് ആൻഡ് ആ ഒരു ഗ്രോത്ത് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും. അതാണ് അപ്കമിങ് എഞ്ചിനീയേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഏകദേശം നമ്മള് ഒരുവിധം കുറെ സമയം എടുത്തു കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മള് ഒരു വർഷം കൊണ്ട് 2026 ആകുമ്പോഴേക്ക് നമുക്ക് ഒരു 3500-4000 പ്ലേസ്മെന്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. നമ്മളതിന്റെ റോഡ് മാപ്പ് ഓൾറെഡി ക്ലിയർ ആണ്. നമ്മളെ തമിഴ് റീജിയൻ ഒക്കെ ഇപ്പൊ ഫാസ്റ്റ് ആയിട്ടാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 2 months കൊണ്ട് 500. റോഡ് മാപ്പ് ക്ലിയർ ആണ്. നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ട്രാക്കിലാണ്. നമ്മൾ ഇനിയിരിക്കും. ഇനിയിരിക്കും. താങ്ക് യു വെരി മച്ച്.